ലൈഫിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യവുമായിട്ട് നട്ടം തിരിയുന്നവരിൽ ആണോ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ? എങ്കിൽ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. രണ്ട് കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. കൂടുതലായി ലൈഫിനെ കുറിച്ച് പ്ലാൻ ചെയ്യാതിരിക്കുക. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യാതിരിക്കുക. അപ്പം നിങ്ങൾ സ്വാഭാവികമായി ചോദിക്കും, പ്ലാനിങ് എപ്പോഴും ലൈഫിന് നല്ലതല്ലേ? ഗോള് സെറ്റ് ചെയ്യാൻ ആവശ്യമല്ലേ? ലൈഫ് ഫോക്കസ്ഡ് ആവാനും സക്സസ്ഫുൾ ആവാനും പ്ലാനിങ് അവിഭാജ്യമായൊരു ഘടകമല്ലേ എന്നൊക്കെ ചോദിക്കാം. തീർച്ചയായിട്ടും ഒരു പരിധിവരെ പ്ലാനിങ് ആവശ്യമാണ്. പക്ഷെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പല കാര്യങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ ലൈഫിൽ ഒത്തിരി അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുള്ള വ്യക്തികൾ, എന്നാൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ജീവിതം കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിപ്പോയിട്ടുള്ളത് നമുക്ക് ചരിത്രത്തിലും ഈ ഒരു കാലഘട്ടത്തിലും പലയിടത്തും കാണാൻ സാധിക്കും. പ്ലാനിങ് വേണ്ട എന്നല്ല, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഏത് മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളായിക്കൊള്ളട്ടെ, ദൈവം എന്നുള്ള ഒരു പരമോന്നത ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ മുൻപിൽ ചെന്ന് ഒരു വാക്ക് പറയുക, ദിസ് ഈസ് വാട്ട് ഐ തിങ്ക് അബൌട്ട് മൈ ലൈഫ്. ഇഫ് ഇറ്റ് ഈസ് യുവർ പെർഫെക്റ്റ് വിൽ, ലെറ്റ് ഇറ്റ് കം ടു പാസ് ഇൻ മൈ ലൈഫ്. ഇതാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. ഇത് എനിക്ക് നല്ലതാണ് എന്ന് അങ്ങേക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, ഇത് നിൻ്റെ പെർഫെക്റ്റ് വില്ലാണ് എന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ സബ്മിസീവ് ആകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു കർത്തൃത്വം ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് നോ മോർ അവർ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് കെയർ ഓഫ് അവർ ലൈഫ്സ്. ഗോഡ് വിൽ ടേക്ക് കൺട്രോൾ ഓവർ അവർ ലൈഫ്സ്. ഇങ്ങനെ ചെയ്തു കഴിയുമ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു കൺട്രോൾ ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കും. പിന്നെ നമുക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അത് ദൈവം നമ്മുടെ നന്മയ്ക്കായി മാറ്റിയെടുക്കും. ഇനി ലൈഫിൽ യാതൊരു വ്യക്തതയില്ല, എന്ത് ചെയ്യണം, എങ്ങനെ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെ ഓരോ ദിവസവും തള്ളി നീക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ എനിക്ക് പറയാനുള്ളത്, ബൈബിളിൽ ഫ്രം ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 14 വേഴ്സ് നമ്പർ 16, ബൈബിൾ കോട്ട് ചെയ്യുന്ന മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, ഞാൻ എപ്പോഴും റെഫർ ചെയ്യുന്ന ഹോളി ബുക്ക് ബൈബിൾ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പം ഫ്രം ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 14 വേഴ്സ് നമ്പർ 16 നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ് ബൈ വേസ് ദേ ഡു നോട്ട് നോ, ഐ വിൽ ഗൈഡ് ദം ത്രൂ അൺനോൺ വേസ്. ഞാൻ കുരുടരെ അവരറിയാത്ത വഴികളിലൂടെ നയിക്കുകയും നടത്തുകയും ചെയ്യും. ഒരു കണക്കിന് പറയുമ്പം ലൈഫിനെക്കുറിച്ച് നാളെക്കുറിച്ച് യാതൊരു വ്യക്തതയില്ലാതെ ജീവിക്കുന്ന ഓരോ വ്യക്തികളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അന്ധത ബാധിച്ചവർ അല്ലെങ്കിൽ മുന്നിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റാത്തവർ, കുരുടർ തന്നെയാണ് അല്ലേ? ഇനിയും അടുത്ത വേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഐ വിൽ ടേൺ ദ ഡാർക്ക്നെസ് ഇൻ ടു ലൈറ്റ് ബിഫോർ ദം, ഐ വിൽ മേക്ക് റഫ് റോഡ്സ് സ്മൂത്ത്. അവരുടെ മുൻപിലെ അന്ധകാരം ഞാൻ പ്രകാശമാക്കും, അവരുടെ പാതയിലെ ദുർഘടങ്ങളെ ഞാൻ നീക്കം ചെയ്യും. ഇതാണ് ലൈഫിൽ യാതൊരു പ്ലാനും ഇല്ലാതെ എന്താണ് നെക്സ്റ്റ് എന്ന് അറിയാതെ മുന്നോട്ട് നീങ്ങുന്ന ഓരോ വ്യക്തികളോടും ദൈവം പറയുന്ന കാര്യം. ദൈവം എന്നുള്ള ഒരു ശക്തിയെ, ആ ഒരു പരമോന്നത ശക്തിയെ ഏത് മതത്തിൻ്റെ പേരിലായാലും യാഥാർത്ഥ്യമായി കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്രേയേഴ്സും നമ്മുടെ വിശ്വാസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവവും നമ്മുടെ മുൻപിൽ മാനിഫെസ്റ്റ് ചെയ്യാനിരിക്കുന്ന നമ്മുടെ പ്രേയേഴ്സിൻ്റെ ആൻസേഴ്സും നമ്മുടെ ഡ്രീംസുമായിട്ട് ബാലൻസ് ചെയ്യണം. അതാണ് നമ്മുടെ ലൈഫിൽ മിറാക്കിൾസ് സംഭവിക്കാനുള്ള സ്റ്റെപ്പ് നമ്പർ 1. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരായിരിക്കുക. നമ്മുടെ ലൈഫിൽ ദൈവം ചെയ്ത വലുതും ചെറുതുമായ കാര്യങ്ങൾക്ക് ദൈവത്തോടും മനുഷ്യനോടും ഒരുപോലെ നന്ദിയുള്ളവരായിരിക്കുക. ഇനി നമ്മുടെ മുൻപിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാത്തതായിട്ടുള്ള എന്നാൽ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും നന്ദി എക്സ്പ്രസ് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക.
ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുക, നമുക്ക് കിട്ടിയ ഒരു കാര്യത്തിന് മാത്രമേ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ ലൈഫിലൊരു കാര്യം കിട്ടിയെന്ന് വിചാരിച്ച് ആ ഒരു കാര്യത്തിന് വേണ്ടി എപ്പോഴും നന്ദി പറഞ്ഞു നോക്കൂ. അതിൻ്റെ ഒരു മിറാക്കുലസ് പവർ നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും അനുഭവിക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ പങ്കുവച്ച ഈ ഒരു വചനം ഐസയ്യ ചാപ്റ്റർ 42 വേഴ്സ് നമ്പർ 16. ഇതുപോലെയുള്ള വചനങ്ങൾ നിങ്ങൾ ഏതൊരു മതത്തിലോ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളിലോ വിശ്വസിക്കുന്ന ആയിരുന്നാലും നിങ്ങളുടെ ആ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഇതുപോലെയുള്ള വചനങ്ങൾ അല്ലെങ്കിൽ ബൈബിളിലെ ഐസയ്യ ചാപ്റ്റർ 42 വേഴ്സ് നമ്പർ 16 പോലെയുള്ള വചനങ്ങൾ എടുത്തു വെച്ച് അതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുകയും അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രത്യാശയുടെ ഒരു വെള്ളി വെളിച്ചം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം നമ്മളെല്ലാവരും അഫർമേഷൻസിലും അതോടൊപ്പം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ഇതിലൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണല്ലേ. ഒന്നാമതായി നമ്മുടെ ലൈഫിൽ അധികമൊന്നും പ്ലാൻ ചെയ്യാതിരിക്കുക, എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക, സബ്മിസീവ് ആവുക. നമ്മുടെ പ്ലാനുകളിലും നമ്മുടെ ആഗ്രഹങ്ങളിലും വലുതാണ് ദൈവത്തിൻ്റെ പ്ലാൻസ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഏറ്റവും അവസാനമായിട്ട് ഞാനിപ്പം പങ്കുവച്ചതുപോലെയുള്ള വചനങ്ങൾ നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് അല്ലെങ്കിൽ ബൈബിളിലെ ഈ വചനം തന്നെ ഐസയ്യ 42 വേഴ്സ് നമ്പർ 16, ഞാൻ നിങ്ങളുടെ കുരുടരെ അവരറിയാത്ത വഴികളിലൂടെ നയിക്കുകയും നടത്തുകയും ചെയ്യും, നിങ്ങളുടെ മുൻപിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടങ്ങളിലെ നിരപ്പാക്കുകയും ചെയ്യും. ഈ വചനം അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ലൈഫിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വചനങ്ങൾ കണ്ടെത്തി അത് ഇമാജിൻ ചെയ്യുക, അത് മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ലൈഫ് തന്നെ ഓരോ ദിവസം മുന്നോട്ട് പോകുന്തോറും മാറി മറിയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു നല്ല ചിന്തയായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നവരെ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ.